ഹായ് ക്രിയേറ്റേഴ്സ്, ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. നമ്മളൊക്കെ വീഡിയോസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിൽ അത് മോണിറ്റൈസേഷൻ ആയിട്ട് അഡ്വർടൈസ്മെന്റിലൂടെ കൂടുതൽ വരുമാനം നേടണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. പക്ഷേ ചില വീഡിയോസിന് നമുക്കറിയാം യെല്ലോ കളറിലാണ് ഡോളർ വരിക, അതല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലൂടെ നമുക്ക് വരുമാനം നേടാൻ കഴിയില്ല. കാരണം അതിൽ യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ റെഡ് കളറിലാണ് ഡോളറിന്റെ സിമ്പല്. അപ്പൊ അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിൽ അഡ്വർടൈസ്മെന്റ് വരില്ല. അപ്പൊ നമുക്ക് എത്ര വ്യൂസ് വന്നാലും അതിൽ അഡ്വർടൈസ്മെന്റ് വരാത്തതുകൊണ്ട് നമുക്ക് റവന്യൂ ലഭിക്കുന്നതല്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ യെല്ലോ കളറിൽ വരാൻ കാരണം എന്താണ് എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 7 സെക്കൻഡിനുള്ളിൽ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കോൺവെർസേഷനിൽ അല്ല ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അതിൽ ആ ഒരു കാരണം വെച്ച് വീഡിയോ തുടങ്ങി 7 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതുപോലെയുള്ള മോശം വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? യൂട്യൂബ് അത് അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞ് മാറ്റാറുണ്ട്. എന്നാൽ ഇനി മുതൽ യൂട്യൂബ് അതങ്ങ് ഒഴിവാക്കി. ഒരുപാട് ക്രിയേറ്റേഴ്സിനോട് യൂട്യൂബ് ഫീഡ്ബാക്ക് എടുത്ത് അപ്പൊ അവരൊക്കെ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പരസ്യം കൊടുക്കുന്നവർക്ക് ഇപ്പോൾ തീരുമാനിക്കാം. കൂടുതൽ ഫ്രീഡം യൂട്യൂബ് നൽകിയിട്ടുണ്ട്. ഏതൊക്കെ ചാനലിൽ ഏതൊക്കെ ഇപ്പൊ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ചാനലിൽ പരസ്യം കൊടുക്കണോ കൊടുക്കണ്ടേ, അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു കൂടുതൽ കൺട്രോൾ ഇപ്പോൾ യൂട്യൂബ് അഡ്വർടൈസേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യൂട്യൂബ് എന്ത് ചെയ്യുന്നു? ആ ഒരു റൂള് അങ്ങ് വിഡ്രോ ചെയ്യാണ്. അതായത് ഇനി മുതൽ എത്ര മോശം വാക്ക് ഉപയോഗിക്കുന്ന ചാനലാണെങ്കിലും, ഒരു എക്സാമ്പിൾ ഒക്കെ പറയുന്നത് ഗെയിമിംഗ് ചാനലൊക്കെ ഗെയിമിംഗ് ക്രിയേറ്റേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾ അങ്ങനെ ഒരുപാട് കാണുന്നുണ്ടായിരിക്കും. വീഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഫുൾ മോശമായിട്ടുള്ള വാക്കുകളും തെറിയൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടന്റുകൾ. അപ്പൊ അങ്ങനെ 7 സെക്കൻഡിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവർക്കൊക്കെ അത് യെല്ലോ കളറിലായിരുന്നു. എന്നാൽ ഇനി മുതൽ യൂട്യൂബിൽ ആ ഒരു റൂള് യൂട്യൂബ് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അഡ്വർടൈസ്മെന്റ് ഈ ഒരു 7 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാലും വരുന്നതാണ്. അപ്പൊ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. കാരണം പലർക്കും ഇത് ചെറിയ രീതിയിൽ ഒരു വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലൊക്കെ യെല്ലോ കളറിൽ ഡോളർ വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഫുള്ള് എന്താ പറയാ, വീഡിയോസിൽ ഫുള്ള് തെറിയാകുമോ എന്നുള്ള രീതിയിലൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു അവരതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു എക്സാമ്പിൾ വരെ പറഞ്ഞിട്ടുള്ളത്, ഗെയിമിംഗ് ക്രിയേറ്റർമാർക്ക് കൂടുതൽ വരുമാനം നേടാൻ സഹായിക്കുമെന്നാണ് യൂട്യൂബ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് ഒരു പക്ഷേ ഗെയിമിങ്ങിലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരു എക്സാമ്പിൾ അതായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല, യൂട്യൂബ് ഈ ഒരു റൂള് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ യെല്ലോ കളറിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ ഒരു പ്രശ്നം കൊണ്ടാണെങ്കിൽ ഇനി അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റൊരാളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടുന്നതും അപ്പൊ അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഈ റൂള് മറികടന്ന് ചാനലിന് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനും കാര്യങ്ങളൊക്കെ വരാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഒരു ലിമിറ്റ് എന്താണ് എന്നുള്ളതും നമുക്ക് ഏത് രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് അതിനൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ ഇനി വീഡിയോയിൽ എന്തും പറയാം, ആരെക്കുറിച്ച് എന്തും പറയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാൻ നിൽക്കേണ്ട. പണി വേറെ രീതിയിൽ കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.